ക്രമം നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നും രക്തത്തിലേക്ക് കൊളസ്ട്രോൾ വരുന്നത് വെറും 15% മാത്രമാണ്. ബാക്കി കൊളസ്ട്രോൾ ലിവറിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് 85% കൊളസ്ട്രോൾ ബ്ലഡിലേക്ക് വരുന്നത് ലിവറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പഠനം പറയുന്നത് നമ്മൾ ഭക്ഷണം എത്ര കഴിച്ചാലും ഈ 15% രക്തത്തിൽ വരുള്ളൂ. ഇനി അത് കുറഞ്ഞു പോയാൽ ലിവർ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൂടുതൽ ബ്ലഡിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. റെണൈ മെഡിസിറ്റിയില് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് റഹ്മാനാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട്, കൊളസ്ട്രോൾ അങ്ങനെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം പലവരും കണ്ടിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. അതായത് ഇനി തൊട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ചിലവർ പറയുന്നു കൊളസ്ട്രോൾ ഇനി പ്രശ്നക്കാരനല്ല, പണ്ട് ഉണ്ടായിരുന്ന ആ തിയറി എല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ. അതുകൂടാണ്ട് വേറെ പല കാര്യങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ അതൊരു അർദ്ധസത്യം പോലെയാണ് ആ മെസ്സേജ് നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ തർക്കമില്ല, ഭക്ഷണത്തിൽ കഴിക്കുന്ന കൊളസ്ട്രോൾ വലിയ ഹാനികരമല്ല എന്നുള്ള ആ പഠനത്തിൽ കാണിക്കുന്ന റിപ്പോർട്ട് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വിഷയം ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കൊളസ്ട്രോൾ മാത്രമല്ല, നമ്മുടെ വിഷയം രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോൾ ആണ്. ഇപ്പോഴും രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോൾ കൂടുതലാണ് എങ്കിൽ അത് ശരീരത്തിന് ഹാനികരം തന്നെയാണ്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ചോദ്യം തീർച്ചയായും കരുതേണ്ടത് രക്തത്തിലുള്ള കൊളസ്ട്രോൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, ശരീരത്തിന് സ്വന്തമായി കൊളസ്ട്രോൾ മാനുഫാക്ചർ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. ക്രമം നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നും രക്തത്തിലേക്ക് കൊളസ്ട്രോൾ വരുന്നത് വെറും 15% മാത്രമാണ്. ബാക്കി കൊളസ്ട്രോൾ ലിവറിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് 85% കൊളസ്ട്രോൾ ബ്ലഡിലേക്ക് വരുന്നത് ലിവറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പഠനം പറയുന്നത് നമ്മൾ ഭക്ഷണം എത്ര കഴിച്ചാലും ഈ 15% രക്തത്തിൽ വരുള്ളൂ. ഇനി അത് കുറഞ്ഞു പോയാൽ ലിവർ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൂടുതൽ ബ്ലഡിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കൊളസ്ട്രോൾ എന്നുള്ള ഒരു വാക്യം ഉപയോഗിക്കുന്നത് ശരിയല്ല. ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ കുഴപ്പമില്ല, പക്ഷെ രക്തത്തിലെ കൊളസ്ട്രോൾ ഇപ്പോഴും പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇതില് ഇതിന്റെ ഒരു ധർമ്മം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. എല്ലാവരിലും കൊളസ്ട്രോൾ ഉണ്ടല്ലോ, എന്താണ് അതിന്റെ ശരിയായ ഒരു ഫംഗ്ഷൻ എന്താണ്? കുറെ പഴി കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കൊളസ്ട്രോൾ. പലവരും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് എത്ര നല്ലതായിരുന്നു എന്ന് സംസാരിക്കുകയുണ്ടായി. പക്ഷേ കൊളസ്ട്രോളിന് ശരീരത്തിൽ വളരെ പ്രധാനമായ പങ്കുണ്ട്. പ്രധാനമായും നമ്മൾ എല്ലാ കോശങ്ങളുടെ കവറിംഗ് കൊളസ്ട്രോൾ വെച്ചിട്ടാണ്. ഒരു കവറിംഗ് ഇല്ലാതെ ഒരു കോശത്തിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ കൊളസ്ട്രോൾ ഇല്ലാതെ നടക്കില്ല എന്നുള്ളതാണ്. കൂടാതെ വേറെ പ്രവർത്തനങ്ങൾ, അത് ചില ഹോർമോണുകൾ കൊളസ്ട്രോൾ റോ മെറ്റീരിയൽ ആയിട്ടാണ് ഹോർമോൺ പ്രൊഡക്ഷൻ ബോഡിയിൽ നടക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം കൊളസ്ട്രോൾ ബ്ലഡിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു കൂടുതലായാൽ അമൃതം വിഷം എന്ന പോലെ അത് ശരീരത്തിന് ഹാനികരമായ ഒരു സിറ്റുവേഷനിലേക്ക് മാറിച്ചേരുകയാണ്. അപ്പോഴാണ് കൊളസ്ട്രോൾ വില്ലനാവുന്നത്. എങ്ങനെ ഇപ്പൊ നമുക്കിപ്പം രക്തത്തിൽ നിന്നുള്ളതാണെന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല, ഭക്ഷണത്തിൽ നിന്നുള്ളതാണോ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ആ കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ഒരു വില്ലനായി മാറുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ളത്? ചിന്തിക്കേണ്ട സമയം തന്നെയാണ്. ഭക്ഷണത്തിൽ എത്ര കൊളസ്ട്രോൾ, ഇപ്പൊ വിദേശ രാജ്യത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി അവിടുത്തെ ഒരു പൗരൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ഭക്ഷണ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവർ ആദ്യം അതിന്റെ ലേബിൾ നോക്കും. ലേബിൾ നോക്കി ഇതിൽ എത്ര കൊളസ്ട്രോൾ, എത്ര ഉപ്പ് എന്നുള്ളത് നോക്കി അതനുസരിച്ച് അവർ വാങ്ങിക്കും. ആ ഒരു ശീലം ഒരു പരിധിവരെ നമ്മളും സ്വീകരിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ എത്ര കൊളസ്ട്രോൾ മാത്രമല്ല മറ്റ് പ്രോബ്ലം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ വലിയ വിഷയമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൽ കുറച്ച് അയവ് വരുത്തിയിട്ടുണ്ട്. അയവ് വരുത്തിയിട്ടുള്ളത് നാച്ചുറൽ ഫോംസ് ഓഫ് കൊളസ്ട്രോൾ, അത് ഭക്ഷണത്തിൽ വലിയ രീതിയിൽ നിയന്ത്രിക്കേണ്ട എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഇപ്പം നമ്മൾ നടത്തുന്നുണ്ട്. നാച്ചുറൽ സോഴ്സ് ഓഫ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ മുട്ട, സീ ഫുഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതും ഒരു പരിധി വരെ, ആഴ്ചയിൽ ഒരു 5 തൊട്ട് 7 മുട്ട വരെ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പണ്ട് മുട്ട കഴിക്കാം പക്ഷെ ഉണ്ണി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു റെക്കമെൻഡേഷൻ. അതൊക്കെ മാറി ഉണ്ണി ഉൾപ്പെടെ 5 തൊട്ട് 7 മുട്ട വരെ ഇപ്പം ആഴ്ചക്കണക്കാണ് അതിൽ
കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ പഠനങ്ങൾ നമ്മളെ നയിക്കുകയാണ്. ഓക്കെ. അതേപോലെ തന്നെ നാച്ചുറൽ ഫോംസ് ഓഫ് കൊളസ്ട്രോൾ ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ലൈക്ക് ഈവൻ ഫോർ ബീഫ് ഫോർ ദാറ്റ് ഇൻസ്റ്റൻസ് നമ്മുടെ കേരളീയരുടെ പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ്. അതുവരെ നാച്ചുറൽ ഫോമിലുള്ള സീ ഫുഡ്, പ്രോൺസ് അതും കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് പാചകം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. കാരണം നാച്ചുറൽ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ഇത് ഉപയോഗിക്കുന്നത്. അതിൽ പാചകം ചെയ്യുന്ന രീതിയിൽ വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അതൊരു വില്ലനായി മാറാം. അപ്പോൾ ഭക്ഷണത്തിന്റെ കൊളസ്ട്രോളിന്റെ അളവും അത് പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ എന്താണ് അതിന്റെ സ്ഥിതി, അതും ഇതിൽ ഒരു ഘടകം തന്നെയാണ്. ഓക്കെ.